+1 chemistry, some basic concepts of chemistry part 3 class ആണ് laws of chemical combinations. Combination of elements to form compounds is governed by following 5 basic laws. അപ്പോൾ elements combine ചെയ്താണ് compounds form ചെയ്യുന്നത് നമുക്കറിയാം. ഈ ഒരു combination govern ചെയ്യുന്ന 5 basic laws ആണുള്ളത്. First law is law of conservation of mass or law of indestructibility of matter. This law was proposed by Antoine Lavoisier. It states that matter can either be created nor destroyed, or in a chemical reaction total mass of reactants is equal to total mass of products. Chemical equations are balanced according to this law. നമുക്കറിയാം മാറ്റർ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അതിനെ വേണമെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2H2 + O2 gives 2H2O. ഇതിൽ ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 1 ആണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ്. 2 H2 ഉണ്ട്. 2 × 2 4 grams of hydrogen. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. 2 ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് 32 gram of oxygen. കമ്പൈൻ ചെയ്തുണ്ടാവുന്നത് 2 H2O. 2H2ൻ്റെ 4 2H2O ആണ്. അപ്പോൾ H2ൻ്റെ മാസ് 2, ഓക്സിജൻ്റെ മാസ് 16. 16 + 2 18. ഈ 18 തന്നെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ മാസ് എത്രയാണ്? H2ൻ്റെ 2, ഓക്സിജൻ്റെ 16, അതായത് 18. 2H2O 18 × 2 36. അപ്പോൾ 4 + 32 is 36. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ഈ ഒരു ലോ വെച്ചിട്ടാണ്. ഹൈഡ്രജനും ഓക്സിജൻ കൂടിച്ചേരുന്നു, വാട്ടർ ഉണ്ടാവുന്നു. ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ മാസുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും വാട്ടറിൻ്റെ മാസ്, അല്ലെങ്കിൽ റിയാക്റ്റൻറ്റുകളുടെ മാസുകളുടെ സമ്മായിരിക്കും എപ്പോഴും പ്രോഡക്റ്റിൻ്റെ മാസ്. Then next law is law of definite proportions or law of definite composition. This law was proposed by Joseph Proust. It states that a given compound always contains exactly same proportion of elements by weight, or same compound always contains same elements combined in a fixed ratio by mass. നമ്മളൊരു കോമ്പൗണ്ട് കൺസിഡർ ചെയ്താൽ ആ കോമ്പൗണ്ടിൽ എപ്പോഴുള്ള എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ഒരു സെയിം പ്രൊപ്പോർഷനിൽ തന്നെയായിരിക്കും ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൺസിഡർ ചെയ്യുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പല രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നുണ്ട്. റെസ്പിറേഷൻ ഉണ്ട്, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് ഉണ്ട്, റിയാക്ഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് വിത്ത് ആസിഡ് ഉണ്ട്. ഇതിലെല്ലാം ഉണ്ടാവുന്ന ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എങ്ങനെയായിരിക്കും? കാർബണും ഓക്സിജനും തന്നെയായിരിക്കും ഉള്ളതിൽ. അതിൽ കാർബണിന്റെ ഓക്സിജന്റെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് 1:2 ആയിരിക്കും, അല്ലെങ്കിൽ അവയുടെ മാസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 3:8 റേഷ്യോയിലായിരിക്കും. കാർബണിന്റെ മാസ് 12 ആണെന്ന് നമുക്കറിയാം. ഓക്സിജന്റെ മാസ് ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഒരു ഓക്സിജന് 16, അപ്പോൾ 2 ഓക്സിജന് 32 ആയിരിക്കും മാസ്. 12:32, അല്ലെങ്കിൽ 4 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 3:8 ആയിരിക്കും അവയുടെ മാസിന്റെ റേഷ്യോ. ഇപ്പോൾ ഒരു സിമ്പിൾ മാസ് റേഷ്യോയിലായിരിക്കും എപ്പോഴും ഒരു ഗിവൺ കോമ്പൗണ്ടിന്റെ ആ ഒരു കോമ്പിനേഷൻ ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്താലും ബീഹാറിൽ നിന്ന് എടുത്താലും അന്റാർട്ടിക്കയിൽ പോയി എടുത്താലും അതിൻ്റെ എല്ലാ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ മാസ് കോമ്പിനേഷനിലായിരിക്കും ആ എലമെന്റ്സ് എപ്പോഴും കമ്പൈൻ ചെയ്ത് ആ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ആ ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. അടുത്ത ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ഈ ലോ പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. ലോ പറയുന്നത് ഇത്രേ ഉള്ളൂ: 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് മോർ ദാൻ 1 കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ different masses of one of the element that combine with the fixed mass of other element are in small whole number ratio. For example, hydrogen ഓക്സിജനുമായിട്ട് ചേർന്ന് വാട്ടർ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാവുന്നുണ്ട് അല്ലേ? H2 + half O2 gives H2O. H2 + O2 gives H2O2. ഇവിടെ രണ്ടിലും ഹൈഡ്രജന്റെ മാസ് ഫിക്സഡ് ആണ് അല്ലേ? H2 ആണ് ഇവിടെ രണ്ടിടത്തും കമ്പൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഹൈഡ്രജന്റെ മാസ് 2 gram തന്നെയാണ് രണ്ട് റിയാക്ഷനിലും. ഓക്സിജന്റെ മാസിനാണ് വ്യത്യാസമുള്ളത്. ഒന്നിൽ ഹാഫ് O2 ആണ്, ഒന്നിൽ O2 ആണ്. അപ്പൊ ഹാഫ് O2ന്റെ മാസ് 16 gram ആണ്, O2ന്റെ മാസ് 32 gram. ഇവിടെ മാസസ് ഓഫ് ഓക്സിജൻ വിച്ച് കമ്പൈൻ വിത്ത് ഫിക്സഡ് മാസ് ഓഫ് ഹൈഡ്രജൻ വിയ എ സിമ്പിൾ റേഷ്യോ 16:32 ഓർ 1:2. ഇവിടെ ഹൈഡ്രജന്റെ മാസ് ഫിക്സഡ് ആണ്. അപ്പൊ ലോ പറയുന്നത് ഇത്രേ ഉള്ളൂ: ഡിഫറെന്റ് മാസസ് ഓഫ് one of the elements that combine with the fixed mass of other element are in small whole number ratio. കമ്പൈൻ ചെയ്യുന്ന ആ ഒരു എലമെന്റുകളുടെ ഡിഫറെന്റ് മാസസ്, 2 എലമെന്റുകൾ ഫോം ചെയ്യുമ്പോൾ രണ്ട് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ 2 കോമ്പൗണ്ടിലും
കമ്പൈൻ ചെയ്യുന്ന ആ ഒരു എലമെന്റുകളുടെ മാസസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു എലമെന്റിന്റെ മാസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടിലുള്ള ഹൈഡ്രജന്റെ എണ്ണവും മാസും സെയിം ആണ്, 2 ഗ്രാം ആണ്. പക്ഷേ ഓക്സിജന്റെ അളവ് ഒന്നിൽ 16 ഗ്രാം ആണ്, ഒന്നിൽ 32 ഗ്രാം ആണ്. അതായത് 16:32 അല്ലെങ്കിൽ 1:2 അങ്ങനെ ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലാണ് ഇവ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഈ ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. നെക്സ്റ്റ് ലോ, Gay-Lussac's law of gaseous volumes. This law was proposed by Gay-Lussac. It states that when gases combine to form gaseous products, their volumes are in simple whole number ratio at constant temperature and pressure. ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്ട്സ് ഫോം ചെയ്യുമ്പോൾ അവയുടെ വോളിയം എങ്ങനെയായിരിക്കും? സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും. നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ H2 ഗ്യാസ് പ്ലസ് ഓക്സിജൻ ഗ്യാസ് ഗീവ്സ് 2H2O ഗ്യാസ്. വാട്ടർ വേപ്പർ ഫോം ചെയ്യുന്ന ആ ഒരു റിയാക്ഷനിൽ 100 മില്ലി ഓഫ് ഹൈഡ്രജൻ ആണ് 50 മില്ലി ഓഫ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നതും 100 മില്ലി ഓഫ് വാട്ടർ വേപ്പർ ആയിരിക്കും. അതായത് 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ 1 മോളിക്യൂൾ ഓഫ് ഓക്സിജനുമായിട്ട് ചേർന്ന് 2 മോൾസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹൈഡ്രജന്റെ ആ ഒരു എമൗണ്ട് 100 മില്ലി ആണ്, ഓക്സിജൻ 50 മില്ലി ആണെന്ന് കൺസിഡർ ചെയ്താൽ ഫോം ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് അല്ലെങ്കിൽ വോളിയം എത്ര ആയിരിക്കും? അതും 100 മില്ലി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഗേഷ്യസ് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത് their volumes are in simple whole number ratio. അപ്പോൾ ഇവിടെ വോളിയംസ് എപ്പോഴും ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. അതായത് 100 മില്ലി ആൻഡ് 50 മില്ലി ആണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ചെയ്തത്. അതായത് 2:1 എന്നുള്ള ആ ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലാണ് ഈ ഗ്യാസസ് കമ്പൈൻ ചെയ്തത്. അടുത്തത് അവോഗാഡ്രോസ് ലോ. ദിസ് ലോ വാസ് പ്രൊപ്പോസ്ഡ് ബൈ അമേഡിയോ അവോഗാഡ്രോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് equal volumes of all gases at the same temperature and pressure should contain equal number of moles or molecules. നമ്മൾ ഏത് ഗ്യാസ് എടുത്താലും ആ ഗ്യാസ് എല്ലാം ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസസ് ആണ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ 10 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുന്നു, 10 ലിറ്റർ തന്നെ ഓക്സിജൻ ഗ്യാസ് എടുക്കുന്നു, സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണെങ്കിൽ ഇതിന്റെ രണ്ടിലുമുള്ള നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് അവോഗാഡ്രോസ് ലോ. അപ്പൊ ഇതാണ് നമ്മുടെ 5 ലോസ്. ഇഫ് വി ടേക്ക് 10 ലിറ്റർ ഈച്ച് ഓഫ് അമോണിയ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, all of them contain same number of moles and molecules. Okay, these are 5 laws of chemical combination. അപ്പോൾ ഏതൊക്കെയാണ്? law of conservation of mass proposed by Lavoisier. Second law is law of definite proportions proposed by Joseph Proust. എന്താണ് പറയുന്നത്? ഒരു കോമ്പൗണ്ടിലെ കേസിൽ എപ്പോഴും എലമെന്റ്സ്, ആ കോമ്പൗണ്ട് എങ്ങനെ ഫോം ചെയ്തതാണെങ്കിലും എലമെന്റ്സിന് ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ഉണ്ടായിരിക്കും. ഇനി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് മോർ ദാൻ 2 കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ അതിലൊരു എലമെന്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മറ്റൊരു എലമെന്റിന്റെ മാസ് എങ്ങനെയായിരിക്കും? അവ ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ദെൻ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്, ഗ്യാസസ് കമ്പൈൻ ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ അവയുടെ വോളിയംസും എങ്ങനെയായിരിക്കും? വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ഇനി അവോഗാഡ്രോസ് ലോ പറയുന്നത് equal volumes of all gases at same temperature and pressure should have a equal number of moles or equal number of molecules. ഓക്കെ, അപ്പോൾ ഇതാണ് 5 ലോസ്. ഇപ്പോൾ ഈ ലോസ് എക്സാമിന് എപ്പോഴും തന്നെ ചോദിക്കാറുള്ളതാണ്. ചിലപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ട്, ഇപ്പോൾ നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് NOയും NO2ഉം ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളവയാണ്, നമുക്ക് മനസ്സിലാക്കിയ ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ.